സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് തന്നെ ഈശോനെ അറിഞ്ഞ, ഈശോയെ പ്രണയിക്കുന്ന ഒരു ഹൈന്ദവ സ്ത്രീയുടെ വോയിസ് ക്ലിപ്പ് കേട്ടു. അതിലവർ പറയുന്നവർ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോവും, പക്ഷേ അവർ കുർബാനയ്ക്ക് സ്വീകരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ മറ്റുള്ളവർ സ്വീകരിക്കുമ്പോൾ ഒരു കൊതിയോട് ഇങ്ങനെ നോക്കി നിൽക്കും. പിന്നീട് അവർ ചെയ്തത്, അവർ കുറച്ച് ഓസ്തി സംഘടിപ്പിച്ചു. എന്നിട്ട് കുർബാന കഴിഞ്ഞൊരു വീട്ടിൽ വന്നിട്ട് ഓരോ ദിവസവും ഓരോ ഓസ്തി എടുത്ത് വളരെ സ്നേഹത്തോടു കൂടി സ്വീകരിക്കും. നമ്മളിത് കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്ത കൊതി വരും. ഇന്നത്തെ ഗോസ്പലിൽ നമ്മൾ കാണുന്നത് ഒരു സീറോ ഫിനീഷ്യൻ സ്ത്രീയാണ്. ഈശോയോട് പറയുന്നുണ്ട്, നിൻ്റെ ഈ വാക്ക് മൂലം നിൻ്റെ മകൾ സുഖപ്പെട്ടിരിക്കുന്നു. ഏത് വാക്ക് മൂലം? അവൾ പറയുന്നത് ഇങ്ങനെയാണ്: മേശയുടെ കീഴിൽ നിന്ന് നായ്ക്കൾ മക്കൾക്കുള്ള അപ്പക്കഷ്ണങ്ങളുടെ ബാക്കി തിന്നുന്നുണ്ടല്ലോ. ഈശോ ആദ്യമായിട്ട് അവൾ കാണുന്നത്, ഈശോ ആദ്യമായിട്ടാണ് അപ്പക്കഷ്ണത്തെക്കുറിച്ച് പറയുന്നത്. പക്ഷേ അപ്പക്കഷ്ണത്തിൻ്റെ മീനിങ് അവൾക്ക് മനസ്സിലായി. എനിക്കെൻ്റെ ബാക്കി മതി എന്നവൾ പറയുന്നത്. നിൻ്റെ ടേബിളിൽ തന്നെ ഇരുത്തണ്ട, പക്ഷേ താഴെ വീഴുന്നതിൻ്റെ ബാക്കി മതി. അതാണ് അവളുടെ വിശ്വാസം. കാരണം ഈശോയുടെ കൂടെയുള്ള ശിഷ്യന്മാർ അത്ര നാൾ കൂടെ ഉണ്ടായിട്ടും അപ്പക്കഷ്ണത്തിൻ്റെ അർത്ഥം അവർക്ക് മനസ്സിലായിട്ടില്ല. ഈ വിജനപ്രദേശത്ത് എവിടെ നിന്ന് അപ്പം കിട്ടാൻ ആര് ചോദിക്കുക? പിന്നീട് അവർ വഞ്ചിലി യാത്ര ചെയ്യുമ്പോൾ അവർ അപ്പം എടുക്കാൻ മറന്നു പോകുന്നുണ്ട്. അതിനെക്കുറിച്ച് സംസാരം ഉണ്ടാകുമ്പോൾ ഈശോ പറയുന്നത്, നിങ്ങൾക്ക് ചെവി ഉണ്ടായിട്ട് നിങ്ങൾ കേൾക്കുന്നില്ലേ, കണ്ണുണ്ടായിട്ട് നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ, നിങ്ങളുടെ ഹൃദയം മന്ദീഭവിച്ചിരിക്കുകയാണോ? കാരണം അപ്പക്കഷ്ണത്തെക്കുറിച്ച്, അപ്പത്തെക്കുറിച്ച് അവർക്ക് മനസ്സിലായിട്ടില്ല. അവർക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ് ഒറ്റ കേൾവിയിൽ ഈ സീറോ ഫിനിഷ്യൻ സ്ത്രീക്ക് മനസ്സിലായത്. അതാണ് ഈശോ അത്ഭുതപ്പെടുത്തുന്നത്. നമുക്കൊക്കെ എന്നും പരിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള പ്രിവിലേജ് ഉണ്ട്. പക്ഷെ എത്രമേൽ കൊതിയോടെയാണ് നമ്മൾ സ്വീകരിക്കുന്നത് ചിന്തിച്ച് നോക്കിയേ. ഇനി ആഗ്രഹമുണ്ടായിട്ടും ഈശോയെ സ്വീകരിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടല്ലോ, അവരൊരു കാര്യം ഓർക്കണം. പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പ് ചൊല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട്: കർത്താവേ, നീ എൻ്റെ ഭവനത്തിൽ വരേണ്ട യോഗ്യത എനിക്കില്ല, പക്ഷെ ഒരു വാക്കരുൾ ചെയ്താൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ഈശോയെ സ്വീകരിക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹം പോലും അത് പരിശുദ്ധ കുർബാന സ്വീകരണമാണേ.